കൂട്ടുകാരെ, നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇത് ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നുള്ള ഈസ്റ്റ് റോഡാണ്. ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫയർ സ്റ്റേഷനുണ്ട്. അവിടുന്ന് റൈറ്റ് എടുത്താൽ ചുങ്കം, വെള്ളാതുരുത്തി റോഡ്, പിന്നെ നമ്മുടെ ഈ ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്തെ സൈഡാണ്. ഓക്കെ ചങ്കുകളെ, കുട്ടനാട യാത്ര നിങ്ങൾക്ക് ഇഷ്ടമാണ് ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക. നമ്മുടെ ആലപ്പുഴ നഗരം നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. അവധി ദിവസങ്ങളാണ് നമുക്ക് കൂടുതൽ ടൈം കിട്ടാറ്. നമ്മളിങ്ങനെ ആലപ്പുഴ ഓക്കെ ഗൈസ്, എല്ലാവരും വീഡിയോ കാണുക. ഹായ് കൂട്ടുകാരെ, നമ്മൾ നടക്കുന്നത് നഗരത്തിൻ്റെ കിഴക്കേ അറ്റത്താണ്, ആലപ്പുഴ. ഇവിടെയാണ് നമ്മുടെ കുട്ടനാടൻ യാത്രകളും വിദേശികളൊക്കെ എത്തുന്ന ഒരു സ്ഥലം. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ KSRTC സ്റ്റാൻഡിൽ നിന്നും കുട്ടനാട്ടിലേക്കുള്ള യാത്ര എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഇവിടുന്ന് നമുക്ക് ശിക്കാര വള്ളങ്ങളും കൊച്ചു കൊച്ചു ബോട്ടുകളുമാണ് കിട്ടാറുള്ളത്. വലിയ ഹൗസ് ബോട്ടുകളൊക്കെ നമുക്ക് ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ അവിടെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പോകാവുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ മണിക്കൂർ റേറ്റിൽ നിങ്ങൾക്ക് കായൽ സഞ്ചാരം ആസ്വദിക്കാം. ചെറിയ ചെറിയ ബോട്ടുകളും ചെറിയ ഹൗസ് ബോട്ടുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമുക്ക് കായൽ ഒക്കെ ചുറ്റി പെർ ഡേ വേണേൽ അങ്ങനെയും നമുക്ക് കിട്ടും. പിന്നെ ഇവിടുന്ന് തന്നെ അവർ വലിയ ബോട്ടുകൾ അറേഞ്ച് ചെയ്ത് തരും. 2 നില ബോട്ടുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും കായൽ യാത്ര നിങ്ങൾക്ക് പരമാവധി ആസ്വദിക്കാം. കുട്ടനാടൻ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും. പ്രിയ സൗഹൃദങ്ങളെ, ഇവിടുന്ന് നിങ്ങളുടെ യാത്ര ആരംഭിക്കുക. കുട്ടനാടിൻ്റെ ജൈവ വൈവിധ്യങ്ങൾ തേടി കുട്ടനാടൻ കായലോരങ്ങളിലൂടെയുള്ള യാത്ര ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തുക. കുട്ടനാടിൻ്റെ ചരിത്രം പഴമയിൽ നിന്നും പഴയ ആളുകളിൽ നിന്നും നമുക്ക് കേട്ടറിയുവാനും കണ്ടറിയുവാനും വായിച്ചറിയുവാനും ഒക്കെ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു എൻസൈക്ലോപീഡിയ കൂടിയായിരിക്കും ആ യാത്ര. ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട് ഇവിടെ. അങ്ങനെ അവരുടെ ഡോക്യുമെൻ്ററികളും അവരുടെ വീഡിയോകളും അവർ അപ്ലോഡ് ചെയ്യുന്ന കാഴ്ചകളും ഒക്കെയാണ് ലോകഭൂപടത്തിൻ്റെ നിറയിൽ നമ്മുടെ ഈ കുഞ്ഞ് ആലപ്പുഴ എന്ന കിഴക്കിൻ്റെ വെനീസിലെ ഈ കൊച്ചു ഗ്രാമം, കുട്ടനാടെന്ന് പറയുന്ന ഈ ഗ്രാമം ലോകത്തിൻ്റെ നിറയിലെത്തിയത്. ഇവിടുത്തെ കായൽ വൈവിധ്യങ്ങളും ഇവിടുത്തെ കായൽ ഭക്ഷണവുമാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. മുരിക്കൻ്റെ പാടവും റാണി, ചിത്തിര, മാർത്താണ്ഡം കായലുകളും ഒക്കെ കറങ്ങിത്തിരിഞ്ഞ് കുട്ടനാട്ടിലെ ഓളപ്പരപ്പിലൂടെയുള്ള ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയായി മാറുന്നതാണ്. കാരണം മുരിക്കൻ കായലിൻ്റെ നടുക്ക് കട്ട കുത്തിപ്പൊക്കി കൃഷി ചെയ്ത മുരിക്കൻ്റെ കഥകളും ഒക്കെ കുട്ടികൾക്ക് ചരിത്രത്തെ അറിയിക്കുവാനും കൂടിയുള്ള ഒരു വലിയ നേട്ടം തന്നെയാണ് നമ്മുടെ ഈ കുട്ടനാടിൻ്റെ യാത്രകൾ എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള കാഴ്ചകളാണ് KK മീഡിയ എന്ന കുഞ്ഞു ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഈ ചാനൽ കാണാത്തവർ പ്രിയ സൗഹൃദങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ നഗരക്കാഴ്ചകളും നഗരത്തിൻ്റെ ഓരോ വീതികളിലുള്ള കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ആലപ്പുഴയെ ഇഷ്ടപ്പെടുന്നവർക്ക്, ആലപ്പുഴ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം. ഇവിടെ ടൂറിസ്റ്റ് ഗൈഡുകളുണ്ട്. നിങ്ങളുടെ പെർ ഡേ പ്ലാൻ അനുസരിച്ച്, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഉള്ള ഹൗസ് ബോട്ടുകൾ, ശിക്കാര വള്ളങ്ങൾ, കുഞ്ഞു കുഞ്ഞു വള്ളങ്ങൾ, ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കായൽ യാത്ര ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല കപ്പയും കള്ളും കൊഞ്ചും കരിമീനും വരാലും താറാവും ഒക്കെ ആവോളം കഴിച്ച് ആസ്വദിക്കാൻ ഇതിൽ പരം നല്ലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല. നമ്മളുടെ ലൈഫിൽ നമ്മൾ ആകപ്പാടെ നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട് ഇവിടെ എത്തുന്നവരാണ് മിക്കവാറും പേര്. ഒരൊറ്റ യാത്ര കൊണ്ട് നമ്മൾ പെർഫെക്റ്റ്ലി പോസിറ്റീവ് നല്ലൊരു വൈബ് കിട്ടുന്നൊരു അടിപൊളി സംഭവമാണ് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര. അതിനു വേണ്ടിയിട്ടാണ് സഞ്ചാരികൾ ഇവിടെ എത്താറുള്ളത്. പിന്നെ നിങ്ങൾ കുട്ടനാട്ടിലൂടെ യാത്ര ചെയ്ത് ഏത് സ്ഥലത്തോട്ട് നിങ്ങളുടെ ക്യാമറ തിരിച്ചൊരു ക്ലിക്ക്, ഒരു ഫോട്ടോ എടുത്താൽ അത് വളരെ മനോഹരമായിരിക്കുമെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രമേൽ സുന്ദരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. കർഷകരാണ് നമ്മുടെ ഹൈലൈറ്റ്. മീൻ പിടിക്കാൻ പോകുന്ന ഒരു വാണിജ്യ നഗരം കൂടിയാണ്. കൊപ്രയുടെയും കയറിൻ്റെയൊക്കെ നാടായിരുന്നു ഒരു കാലത്ത് ആലപ്പുഴ. പ്രതാപകാലം തന്നെയായിരുന്നു. തുറമുഖം ഒക്കെ ഉണ്ടായിരുന്നൊരു സമയം നമുക്കുണ്ടായിരുന്നു. ടൂറിസം മേഖലയാണ് ഇവിടുത്തെ പ്രധാന വരുമാനം. പിന്നെ നാട്ടുകാർ നെഞ്ചിലേറ്റിയ ചങ്കായി കൊണ്ട് നടക്കുന്നവൻ്റെ ജീവവായുവും ജീവരക്തവുമായ നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴക്കാരുടെ ഏറ്റവും വലിയ അഭിമാനമായ ഒന്ന് തന്നെയാണ്.
എടുത്തു പറയത്തക്ക ഒരു കാര്യം തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് പുന്നമട ഫിനിഷിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞ് പഗോഡ റിസോർട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും സൗകര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്ത് തരാൻ ആളുകളുണ്ട്. അപ്പോൾ ഒരു യാത്ര ഉടൻ തന്നെ പ്ലാൻ ചെയ്യുക. അപ്പോൾ നാട് കാണാം. അടുത്ത നമ്മുടെ വരാനിരിക്കുന്ന വീഡിയോകളിൽ നിങ്ങളുടെ കായൽ യാത്രകളുടെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സമയക്കുറവ് മൂലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോ വീഡിയോ എടുത്തതിന് ഞാനും മക്കളും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ആലപ്പുഴ സിനിമയിലൊക്കെയുള്ളൊരു പാലമാണിത്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.